എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാനും കൂടെ പറ്റിയ നല്ലൊരു ചിക്കൻ സ്പെഗാറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിന്. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം ഫുഡ് കഴിക്കാൻ പോയാൽ മക്കളൊക്കെ രുചിയോടെ വാങ്ങി കഴിക്കുന്ന ഈ ഒരു സ്പെഗാറ്റി നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്കിതാ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം, സ്പെഗാറ്റി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെള്ളം ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 400 ഗ്രാമിൻ്റെ പാക്കറ്റ് സ്പഗാറ്റിയാണ് എടുത്തിന്. അത് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ. ഇതുപോലെയാണ് എനിക്ക് കഴിക്കാൻ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വേവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം വേവ് ഉണ്ടാവും, അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് സ്പെഗാറ്റിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കൈ കൊണ്ട് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ പിച്ചി നോക്കുമ്പോൾ ഒന്നിങ്ങനെ പൊട്ടി വരണം, അതാണ് ഇതിൻ്റെ വേവ്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ ഇതാ ഇതുപോലൊരു അരിപ്പയിലേക്ക് ഊറ്റിക്കളയുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ കുറച്ച് പച്ചവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പം തമ്മാമിൽ ഒട്ടുകയോ അങ്ങനെയുള്ള പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പെഗാറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു വലിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. അതിട്ടിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടും. ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ഞാൻ സ്പെഗാറ്റി ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പെഗാറ്റി റെഡിയാക്കാനായിട്ട് പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കാനെല്ലാം എളുപ്പം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാ മിക്സാക്കി ചിക്കനെല്ലാം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലല്ല ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിൽ ബാക്കിയുണ്ട്. ഇനി ഇതേ ഓയിലിൽ തന്നെ ഞാനിതാ ഒരു വലിയ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് ചിക്കി എടുക്കണം. പിന്നെ ഇത് അത്യാവശ്യം വലിയ മുട്ടയാണ്. ചെറുതാണെങ്കിൽ നിങ്ങളൊരു 4 or 5 മുട്ട എടുത്തോ. എന്നിട്ടിതാ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി ഈ മുട്ടയൊന്ന് ചിക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മുട്ട അത്യാവശ്യം ഒന്ന് ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഈ മുട്ടയും കോരി മാറ്റി വെക്കുക. എന്നിട്ട് സെയിം പാത്രത്തിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂത്ത് വരണം വെളുത്തുള്ളി. മിക്സാക്കിയിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കാരണം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം സവാള ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടങ്ങ് വഴന്ന് പോകണ്ട ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിത് 3 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിലേക്ക് വേണ്ടിയിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മളിതിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നല്ല ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ സോസുകളെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ വെള്ളമൊക്കെ പോകാനായിട്ട് അരിപ്പയിൽ ഊറ്റി വെച്ച ഒരു സ്പെഗാട്ടി ഉണ്ടല്ലോ, അതാണ്. അത് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പകുതി ചേർത്ത് കൊടുക്കുക. പകുതി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷമാണ് ബാക്കി ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിച്ച് തന്നെ മുഴുവനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സോസും വെജിറ്റബിൾസും എല്ലാ ഭാഗത്തും എത്താൻ കുറേ സമയമെടുക്കും. അപ്പം ഇതുപോലെ പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ പകുതി മുട്ട ചിക്കിയതും ചിക്കൻ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്പെഗാട്ടിയും ചിക്കനും മുട്ടയും എല്ലാം വീണ്ടും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് എല്ലാ ഭാഗത്തും എത്തിക്കിട്ടിക്കോളും. ഒന്നിച്ചങ്ങ് ആ സ്പെഗാട്ടി മുഴുവനും ചേർത്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും എത്താൻ കുറേ സമയം എടുക്കും. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതുപോലെ പകുതി ചേർത്തിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സ്വീറ്റ് സോയാ സോസാണ്. ഇത് മധുരമുള്ള സോയാ സോസാണ്. ഇത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ സോയാ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുത്താൽ മതി. ഹണി ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസ് കുറവായതുകൊണ്ടാണ് ചില്ലി ഗാർലിക് സോസ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത്. ഒന്ന് ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് സോസ് എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചില്ലി ഗാർലിക് സോസ് തന്നെ ചേർക്കണമെന്നില്ല, കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ മിക്സായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്പെഗാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. രുചിയോടെ നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന ചിക്കൻ സ്പെഗാട്ടി നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഇടുന്നില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, മുട്ടയും ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ഇടുന്നില്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടും ഇത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.